ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സഹനങ്ങളിൽ കൂടെയുള്ള കർത്താവ് നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകി, നിങ്ങളുടെ സഹനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ നൽകി, എല്ലാ സഹനങ്ങൾക്കും വലിയ പ്രതിഫലം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സഹനങ്ങൾ ദൈവാനുഗ്രഹങ്ങളുടെ ആദ്യ പടിയായി കരുതുക. ഓരോ സഹനത്തിനു പിന്നിലും നിങ്ങളുടെ ഉയർച്ചയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനാൽ സഹനങ്ങളിൽ കർത്താവിനോട് മാത്രം ചേർന്ന് നിൽക്കുക. അവിടുത്തെ പദ്ധതി തിരിച്ചറിയുക. ഒരിക്കലും അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. സഹനങ്ങളിൽ കൂടെ നിൽക്കുന്ന ദൈവം വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവിടുന്ന് നമുക്ക് തുണയേകും. ഏത് ജീവിത രീതിയിലും ഏത് ജീവിത മേഖലയിലും സഹനങ്ങളുണ്ട്. ആ സഹനങ്ങളാണ് നമ്മെ വളർത്തുന്നത്. അതിനാൽ സഹനങ്ങളെ ശരിയായ കാഴ്ചപ്പാടുകളിൽ കാണാൻ ഇന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും ഉപരിയായ ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ചില സഹനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ആ സഹനങ്ങളിൽ കൂടിയുള്ള വലിയ പ്രതിഫലത്തെ സ്വീകരിക്കുവാൻ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിൽ ഈ ചാനലിലൂടെ അവിടുന്ന് എനിക്ക് നൽകിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, വയോവൃദ്ധരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം അവിടുത്തെ പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് ജീവിക്കുവാൻ കൃപ തരണമേ. ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഹനങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ നൽകി ഈ സഹനങ്ങൾക്ക് പിന്നിലുള്ള ദൈവിക പദ്ധതി എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും അതുപ്രകാരം എൻ്റെ ജീവിതത്തെ പടിപടിയായി ഉയർത്താനും ക്രമപ്പെടുത്താനും എൻ്റെ ചിന്തകളെ ദൈവികമായ ഉപകരണമാക്കി മാറ്റാനും എൻ്റെ പ്രവൃത്തികളിൽ, ചിന്തകളിൽ, വാക്കുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങൾ ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സംസാരിക്കുവാൻ ഇന്നെന്നെ സഹായിക്കണമേ. കർത്താവേ, ഏത് പ്രതിസന്ധിയിലും എന്നെ ശക്തനാക്കുന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഏത് സാഹചര്യത്തിലും അവിടുന്ന് അദ്ദേഹത്തെ കൂടെ നടന്ന് സഹായിച്ചു. ഈ സമയം കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിച്ചു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ വചനം കർത്താവെ ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരവസ്ഥ വരുമ്പോൾ നിന്നിലേക്ക് തിരിഞ്ഞ് പൗലോസ് അപ്പോസ്തലനെ ശക്തിപ്പെടുത്തിയ, ശിഷ്യന്മാരെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തിയ കർത്താവിലേക്ക് നോക്കി, കർത്താവെ ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ നിന്റെ ശക്തി പകർന്നു തരണമേ. ഞങ്ങളുടെ ബുദ്ധിശൂന്യതയിൽ നിന്റെ ബുദ്ധി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ അറിവില്ലായ്മയിൽ നിന്റെ അറിവ് പകർന്നു തരണമേ. ഞങ്ങളുടെ വിഡ്ഢിത്തരങ്ങളിൽ നിന്റെ ജ്ഞാനം ഉയർത്തിക്കാട്ടണമേ.
ഞങ്ങളുടെ ബലഹീനതയിൽ നിൻ്റെ ശക്തി തരണമേ. കർത്താവെ, ഞങ്ങളുടെ രോഗങ്ങളിൽ നിൻ്റെ ആരോഗ്യം തരണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ഈ സഹനങ്ങളിൽ ദൈവകൃപ കണ്ടെത്തുന്നതിനും ദൈവിക പദ്ധതി മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിയേണ്ട ആവശ്യങ്ങളെ മനസ്സിലാക്കി എത്രയും വേഗം ദൈവത്തിലേക്ക് തിരികെ വന്ന് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞാൻ അതേ ഛായയിലും സാദൃശ്യവും വീണ്ടെടുക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തേടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന്, ഈ സഹനങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമേ. അവരുടെ വേദനകളിൽ അവർക്ക് തുണയായിരിക്കണമേ. അവരുടെ ബലഹീനതകളിൽ നീ ശക്തിയായിരിക്കണമേ. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നീ തന്നെ അവരെ സഹായിക്കണമേ. കർത്താവെ, തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ മേൽ ഇന്ന് നീ കരം വെച്ച് അവരുടെ തടസ്സങ്ങൾ മാറ്റണമേ. ഈശോയെ, വിസയ്ക്കും PR-നും വേണ്ടി അപേക്ഷിച്ചിട്ട് വർഷങ്ങളായി കാത്തിരിക്കുന്നവരുടെ മേൽ നീ കൃപ കൊടുക്കണമേ. ഈശോയെ, വിസ കിട്ടാതെ പുറത്തേക്ക് പോകാൻ കഴിയാതെ നാട്ടിലും പുറത്തുമല്ലാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരുടെ ജീവിതത്തെ നീ കാണണമേ. ഇന്ന് നിന്റെ അത്ഭുതകരം ഈ മക്കളോടുകൂടെ പ്രവർത്തിച്ച് അവരുടെ തടസ്സങ്ങൾ മാറി വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നീ ക്രമപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സാമ്പത്തികമായി തകർന്നു പോയവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോ സാമ്പത്തിക തകർച്ചയ്ക്ക് പിന്നിലും ദൈവമേ, നീ ഞങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അത് വ്യക്തമായി മനസ്സിലാക്കി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവിടെ പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. സാമ്പത്തിക ദുരുപയോഗത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. സമ്പത്ത് ശരിയായ വണ്ണം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഈശോയെ, ജോലിയില്ലാതെ വേദനിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തെ നീ കാണണമേ. ഇന്ന് നീ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി ജോലി മേഖലയിലുള്ള അരക്ഷിതാവസ്ഥ മാറ്റി നീ തന്നെ അവർക്ക് ഉചിതമായ ജോലിയും ശമ്പളവും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ജോലി ചെയ്തിട്ടും ശമ്പളമില്ലാത്ത എല്ലാവർക്കു വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗം നിലച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ തന്നെയാണ് ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവ്. സകല സമ്പത്തിൻ്റെയും ഉറവിടം നീ തന്നെയാണ്. അതിനാൽ തന്നെ ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തികം നിന്നിൽ നിന്നും ഞങ്ങൾ സ്വീകരിക്കുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്നരുളി ചെയ്ത ഈശോനാഥ, നീയാണ് ഞങ്ങളുടെ സമ്പത്ത്, നീയാണ് ഞങ്ങളുടെ അനുഗ്രഹം, നീയാണ് ഞങ്ങളുടെ സുഭിക്ഷത, ഐശ്വര്യം എല്ലാം ഞങ്ങൾക്ക് ക്രമീകരിച്ചു തരണമേ. ആരോഗ്യ പ്രശ്നങ്ങളെ നീ വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ സൗഖ്യദായകനായ ഈശോയെ, ഈ ദിവസം ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകണമേ. രക്ഷകനായ ഈശോയെ, സൗഖ്യദായകനായ ഈശോയെ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ അത്ഭുതം കാണാൻ, ഞങ്ങളുടെ ഈ സഹനത്തിൽ നിന്റെ അത്ഭുതം കാണാൻ, നിന്നെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ സഹനവും ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മഹത്വത്തിനു വേണ്ടിയാണ് നീ ഈ സഹനങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. അതിനാൽ സഹനങ്ങളിൽ പതറിപ്പോകാതെ കർത്താവിൽ കൂടുതൽ ചേർന്ന് നിന്ന് കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച് ഏത് പ്രതിസന്ധിയെയും സഹനങ്ങളെയും അതിജീവിക്കുവാൻ, വിജയിക്കുവാൻ കർത്താവെ ഇന്നുമെന്നും ഞങ്ങൾക്ക് കൃപ തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ നീ സഹായിക്കണമേ. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവരെ നീ സഹായിക്കണമേ. ഇന്ന് വിദേശത്തേക്ക് പോകുന്നവരെ നീ സഹായിക്കണമേ. കർത്താവെ, തടസ്സങ്ങളെല്ലാം മാറ്റി എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ച് ഇന്നത്തെ ദിവസം മഹത്വത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. ദൈവത്തെ എന്നേക്കും സ്തുതിക്കുവാനുള്ള അവസരം ഇന്ന് നീ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് നിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാനും അത് ലോകത്തോട് ഏറ്റുപറയാനും ഇന്ന് നീ ഞങ്ങളെ നിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. ICUയിൽ കഴിയുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരാപത്തും കൂടാതെ ഇന്ന് തന്നെ ആ മകനെ നീ ഡിസ്ചാർജ് ചെയ്ത്
സുരക്ഷിതമായി ഭവനത്തിൽ തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാവരും, പ്രത്യേകിച്ച് ഓരോ ആശുപത്രികളിൽ കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം കിട്ടുന്നതിനു വേണ്ടി, സൗഖ്യം കിട്ടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ സഹനങ്ങളെയും അതിജീവിക്കുവാനും ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ എല്ലാം കർത്താവിൽ സമർപ്പിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിതത്തെ അഭിമുഖീകരിക്കാനും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനും ജീവിത വിജയം നേടുന്നതിനും ഇന്നും എന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ ലഭിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.